ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഗ്രാൻഡിൽ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ശരത്തണ്ണ ഓഫീസിൽ പോകുമ്പോൾ എന്നെയും ഋതുവിനെയും കൂടിയിട്ട് നേരെ ഗ്രാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം, പിന്നെ ശരത്തണ്ണ അവിടെ നിന്ന് അങ്ങനെ ഓഫീസിൽ പോകാമല്ലോ എന്നായിരുന്നു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് മെല്ലെ പാർക്കിലൊക്കെ നടന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്കും മെല്ലെ റൂമിൽ വന്നാൽ മതിയല്ലോ, അങ്ങനെയായിരുന്നു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല അടിപൊളി മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പെയ്യുന്നുള്ള ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ശരത്തേട്ടൻ ഞങ്ങളെ തിരിച്ച് റൂമിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നത്തെയും പോലെ തന്നെ മഴ നമ്മളതിനെ ഇന്നും പറ്റിച്ചു കേട്ടോ. വലിയ മഴക്കാറ് കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷേ വളരെ ചെറിയ രീതിയിലുള്ളൊരു മഴയായിരുന്നു കേട്ടോ. മഴച്ചാറിലെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു രീതിയിലൊരു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഋതുവിന് എന്തായാലും കോൾഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ശരത്തേട്ടൻ ഞങ്ങൾ തന്നെ ഇവിടെ റൂമിൽ ഡ്രോപ്പ് ചെയ്തു, നേരത്തെ ഓഫീസിൽ പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ഋതുവിന് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഞാനും ശരത്തേട്ടനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഋതു ആ ടൈമിൽ എണീറ്റ കാരണം തന്നെ അവൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ എണീറ്റ് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഒന്ന് കഴിയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഉഷാറായാലാണ് അവന് ഫുഡൊക്കെ കഴിക്കാനൊന്ന് ഉഷാറാവുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ റൂമിലെത്തി. നമ്മുടെ മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വലിയ കെയർ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു 2 to 3 days കൂടുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ബാൽക്കണിയിൽ വെക്കും, ഈവനിങ് ആകുമ്പോൾ തിരിച്ച് വെക്കും, അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഫൈറ്ററിന് പിന്നെ നമ്മൾ അതിൻ്റെ ഫുഡ് ഡെയിലി ഒരു 1 അല്ലെങ്കിൽ 2 ആ ഒരു ഫുഡിൻ്റെ സംഭവമാണ് കൊടുക്കാറുള്ളത്. പിന്നെ വെള്ളം മാറ്റൽ ഒരു 3 days കൂടുമ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റും. ഇതാണ് ഫൈറ്ററിന് ചെയ്യുന്നുള്ളൂ കേട്ടോ. രണ്ടും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഋതുവിന് ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഇന്ന് അവൻ TV ഒക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നും TV കണ്ടിട്ടൊന്നുമല്ല കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ വാശി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് TV വെച്ച് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ആളുടെ പരിപാടി. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ഇനി സോഫയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങണം, അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ച കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ പരത്തിടണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ റൂമിൽ കുറേ നേരം ഒന്ന് കളിച്ചതിന് ശേഷമാണ് ഇനി അവനൊന്ന് ഉറങ്ങാൻ പോവുള്ളൂ കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ പോവും, കുറച്ച് നേരം ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ, ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഫുള്ള് പരത്തി സെറ്റായിട്ടാണ് അവിടെ ആളിരിക്കുന്നത്. പിന്നെ ഋതു ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഞാനിന്ന് രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാനിനി വഴിയെ പറയാം കേട്ടോ. അന്ന് ഞാൻ നല്ല നേരത്തെ എണീറ്റിട്ട് എൻ്റെ റൂം ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ട ഋതുവോ ഏത് അവൻ്റെ കൈ പിടിക്കാനാണ് കാട്ടി തരുന്നത്. അപ്പോൾ അത് ഋതുവിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അവൻ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ, കാരണം അവൻ നല്ല നേരത്തെ എണീറ്റിരിക്കണം. നല്ല നേരത്തെ എന്ന് പറയുമ്പോൾ സാധാരണ അവൻ എണീക്കിനേക്കാളൊക്കെ നല്ല നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്ന് ഞാനും അതെ, സാധാരണ എണീക്കിനേക്കാളും നല്ല നേരത്തെ എണീറ്റു. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇവൻ എണീറ്റിട്ട് ക്ലീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. അപ്പോൾ പിന്നെ ശരത്തേട്ടൻ്റെ പോയി നല്ല ഉറക്കമായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. കാരണം ഇന്നലെ ഇവൻ എൻ്റെ മസ്കാര എടുത്തിട്ട് റൂം ഫുള്ള് ടൈലും എല്ലാ സൈഡും കൂടി അവനിങ്ങനെ ഫുള്ള് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ശരത്തേട്ടനും കൂടിയിട്ട് കുറേയൊക്കെ ശരിയാക്കി. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു എല്ലായിടത്തും ഇങ്ങനെ പാടായി കിടക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഇരുന്ന് ഫുള്ള് അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ആള് ഫുള്ള് കളിപ്പാട്ടങ്ങളൊക്കെ പരത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ. അവനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരൊറ്റ തട്ടാ സാധാരണ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ അവൻ ഉറങ്ങുമ്പോഴേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ അവന് പരത്തിയിടും. ഫുഡ് ഞാനിന്ന് വിചാരിക്കണം ഭയങ്കര നാടൻ എന്തെങ്കിലും ഒരു ഫുഡ് സെറ്റാക്കാം. ഞങ്ങൾ പയറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കാം. ചോറ്, പയറുപ്പേരി, മുട്ട, മീൻ വറുത്തത്, ഇതൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് ഇനിയിപ്പോൾ ഇവൻ ഉറങ്ങണം. പിന്നെ ഞാൻ ഋതു കൂടിയിട്ട് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മഴച്ചാറിൽ ഈ തണവ് ഇങ്ങനെ നിൽക്കുന്ന കാരണം അതൊക്കെ ഒന്ന് ഉണങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു മഴ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. താഴെ ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്ത പോലെ പോയിരിക്കുകയായിരുന്നു മഴ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ മഴക്കാരൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല ഉഗ്രം അടിപൊളി മഴയൊക്കെ ആയിരിക്കുമെന്ന്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഋതുവിന് ബാൽക്കണി വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി ഒന്ന്, അവിടുത്തെ ഞങ്ങൾ ഒരു സൈഡിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അവൻ താഴത്തേക്ക് ഇടും. പിന്നെ അതേപോലെ തന്നെ ഈ സോഫയിൽ ഇങ്ങോട്ട് കയറി ഇറങ്ങുക, അവിടെ എന്തെങ്കിലും അവൻ്റെ കളിപ്പാട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അവൻ്റെ പരിപാടികൾ കേട്ടോ.
പിന്നെ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത ട്രിപ്പ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോഴത്തേനും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഉറക്കം വന്നിരിക്കുന്നത് നന്നായിട്ട്. പിന്നെ ഞാൻ നേരെ അവനെ കൊണ്ടുപോയി ഉറക്കി. ഇനി വേണം കുക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ അവൻ എണീക്കുമ്പോഴത്തേനും. അപ്പോൾ അതേ ഋതു നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഫിഷ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരിനി കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസ് ആയിട്ട്, എങ്ങനെയാണ് നിങ്ങൾ ഫിഷ് ഓർഡർ ചെയ്യണത്, ആപ്പ് ത്രൂ ആണോ, എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. എന്നോട് കമൻസ് ആയിട്ട് ചോദിച്ച ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഞാൻ കിച്ചണിൽ പോട്ടെ, കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന ഒരു സാധനങ്ങളിലൊന്നാണ് കേട്ടോ ഈ പാലക്ക്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്ന സമയത്തൊക്കെ ചരിത്രം പറഞ്ഞു, ഇതെന്തായാലും വേസ്റ്റായിട്ട് പോവുള്ളൂ, നമ്മളെന്തായാലും കഴിക്കാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ഞാനിത് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഒപ്പമായിരുന്നു കേട്ടോ. ആ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും. ഋതു ആണെന്നുണ്ടെങ്കിലും കഴിച്ചു. എനിക്ക് ചരിത്രനൊക്കെ നല്ല ഇഷ്ടമായി ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത് നമ്മളെ മുട്ടയുടെ ഒപ്പം മിക്സ് ചെയ്യണത്. സ്ക്രാമ്പിൾ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ഈ പാലൊക്കെ മിക്സ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ഒരു വട്ടം മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യുന്ന ടൈമിൽ ഇത് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ചീരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഒപ്പം ചീര ഞാൻ മിക്സ് ചെയ്തിട്ട് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഇതിന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാധാരണ പച്ചക്കറികളൊക്കെ അരിയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളൊന്നുമല്ല കേട്ടോ, ഈ പയർ, ചീര, ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം അത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. എന്താ റീസൺ ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വെച്ചാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഉപ്പേരിക്കുള്ള ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഋതു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതു എണീറ്റ് വന്നപ്പോഴത്തേനും എൻ്റെ ഓൾമോസ്റ്റ് എല്ലാതും കട്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കട്ടിങ് ആണല്ലോ ഏറ്റവും കൂടുതൽ പണി പിടിപ്പിക്കുന്ന സാധനം. പിന്നെ അപ്പം ഞാൻ ഋതുവിനെ കുറച്ച് നേരം ഈ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ട് അവനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചു. അവനാണെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവൻ്റെ കുറുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി കുക്കിങ് ചെയ്യുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യാമല്ലോ. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അവന് ഇത് ഫുഡ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ സെർലാക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കാലത്ത് അവൻ ദോശ വല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കാത്ത സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മീലായിട്ട് ചിലപ്പോൾ ഒരു മിഡ് മീലായിട്ട് സെർലാക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവനെ ഒറ്റയ്ക്ക് കപ്പ് എടുത്ത് വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപ്പേരി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പയറും ക്യാരറ്റും കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരിയായിരുന്നു. പിന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു പാലക്ക് ആദ്യം ഉള്ളിയൊക്കെ വാട്ടി അതിൽ ഈ ഒരു പാലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് തന്നെ നല്ല വെള്ളം വരും കേട്ടോ. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട്. വേവും അതേപോലെ തന്നെ കുക്കിംഗ് ടൈം നമ്മൾ സാധാ ചീരേനേക്കാളൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും ചീരേനേക്കാളും കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു കുക്കായി വന്ന പാലക്കിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഉപ്പേരി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ചോറ് സെറ്റായി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഉച്ചയ്ക്കുള്ള എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ഋതും കൂടിയുള്ളൊരു ടൈമാണ്. ഞങ്ങൾ കുറേ നേരം അവനായിട്ട് ഇരുന്ന് ഒന്ന് കളിക്കണം. ഞാനിപ്പോൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആൾ അടുക്കളയിൽ വന്ന് ഇങ്ങനെ നോക്കൂ കേട്ടോ. ഇങ്ങനെ ഓരോരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് പൂവലാണ് അവന് പതിവായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ പരത്തി വെക്കും. കിച്ചണിലുള്ള ഓരോ കബോർഡ്സ് കാര്യങ്ങളൊക്കെ തുറന്ന് അവിടെ നിന്ന് പാത്രങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ ഇതേപോലെ വീഴുന്ന പോലെ അഭിനയിക്കുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യണതാണ് കേട്ടോ. അവന് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണില്ല എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ വന്ന് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ കിച്ചൺ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഉപ്പേരി പിന്നെ പാലക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലഞ്ച് ടൈമിൽ ടേബിളിൽ എടുക്കുമ്പോൾ നേരെ ആ ബൗളായിട്ട് ടേബിളിൽ എടുത്താൽ മതിയല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പാത്രമൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ടേബിളിലുള്ള സ്ഥലം മുഴുവൻ പോവും. അപ്പോൾ ഞാൻ നേരെ ഹാളിലേക്ക് വന്നപ്പോൾ ഞാൻ ടി വി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ നിൽക്കുക. അപ്പോൾ അവൻ കുറച്ച് നേരം ടി വി കാണും, കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കരയൊന്നുമില്ല കേട്ടോ. അവനിങ്ങനെ കണ്ടിന്യൂസ് ഇതിങ്ങനെ നോക്കിയിരിക്കുകയല്ല ചെയ്യുക.
കുറേ നേരം എൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ ഫുൾ കളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നേരെ ഞങ്ങൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു, ഋതു അമ്മേനെ ഹെൽപ്പ് ചെയ്യും, ഇതൊക്കെ ഒന്ന് വെച്ചതായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആശാനും കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ്റെ ഷൂ എടുത്ത് വെക്കാൻ അവൻ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സാധനങ്ങളൊക്കെ ഏകദേശം നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ ഹാളിൽ നിന്ന് ഏകദേശം ഒന്നിങ്ങനെ മാറ്റുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ബാൽക്കണിയിൽ നിന്നെടുത്ത ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് എൻ്റെ ഋതുവിൻ്റെ ശരത്തേൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ വാർഡ്രോബിൽ കൊണ്ടുവയ്ക്കണം. ഋതു ഈ ടൈമിലൊന്നും അതിങ്ങനെ പരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് തട്ടിയിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ പോയിട്ട് രാവിലെ തന്നെ ഇത് സെറ്റാക്കാൻ പറ്റില്ല, കാരണം ഋതു ആ ടൈമിൽ ചിലപ്പോൾ ഉറങ്ങാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഋതുവിൻ്റെ രണ്ടാമത്തെ ഒരു ഉറക്കമുണ്ടല്ലോ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഉറങ്ങും. അപ്പോൾ ആ ഒരു ഉറക്കം കൂടിയും കഴിഞ്ഞാലാണ് ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ആ ഒരു ടൈമിൽ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി വന്നപ്പോഴാണ് നമ്മുടെ മീൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ തളയനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലത്ത് ബെൽറ്റ് ഫിഷ് എന്നൊക്കെ പറയും. അപ്പോൾ തളയൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഋതുവിനാണെന്നുണ്ടെങ്കിലും അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യേണ്ട മസാലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് കൊടുന്നപ്പോൾ നേരെ കഴുകിയിട്ട് അത് മസാല തേച്ച് അങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഋതും കൂടി ഇതേ ഗാർബേജ് റൂമിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവനറിയാം വേസ്റ്റിൻ്റെ കവർ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നേരെ ആശാൻ ഗാർബേജ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഇതേ ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് റൂമിൽ പോവുകയാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശരത്തേട്ടൻ എത്താറായി എന്ന് പറഞ്ഞു, ഒരു ½ ആൻ അവറിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. ഋതുവിനേറ്റ് ഋതു ഒരൊറ്റ ഓട്ടമാണ് കോറിഡോറിലേക്ക് ഓടും, ആ ഒരു തറ്റത്തേക്ക് ഓടും. പിന്നെ ശരത്തേട്ടൻ അവൻ്റെ പിന്നാലെ പോവും, അവിടെ നിന്ന് അവൻ എടുത്ത് കൊണ്ടുവരും. പിന്നെ എടുത്ത് കൊടുന്ന് റൂമിലെത്തിക്കഴിഞ്ഞാൽ ശരത്തേട്ടൻ ആദ്യമായിട്ട് റൂമിൽ വരുന്ന പോലെയാണ് ഓരോ സാധനങ്ങൾ, അവൻ്റെ ഷൂവിലെ സ്പൈഡർമാനെ മുതൽ അവ ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. അവൻ്റെ ബൈക്ക്, സ്പൈഡർമാന്, പിന്നെ റൂമിൽ വെച്ചിട്ടുള്ള ഫൈറ്ററിന് പാപ്പിട്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നാലെന്ന് മാറില്ല ശരത്തേട്ടൻ്റെ. ഫുൾ അവൻ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യം കുറേ കാലത്തിന് ശേഷം റൂമിൽ വന്ന പോലെയാണ് അവൻ്റെ ഓരോരോ കാര്യങ്ങൾ അവൻ കാണിച്ചു കൊടുക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം, ഇതേ കണ്ടില്ലേ ഫൈറ്ററിനെയൊക്കെ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനൊന്ന് എടുത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആശാന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.